Today we are going to work with a Mrs. India. We are going to break the principles. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ഫോട്ടോഗ്രാഫറിനെ കണ്ടുമുട്ടിയതിലും ഇങ്ങനെ ഷൂട്ട് ചെയ്തതിലും വളരെ സന്തോഷം. നമസ്കാരം. ഇന്നത്തെ വീഡിയോ ഒരു റിയൽ ബിഹൈൻഡ് ദ സീൻസ് വീഡിയോ ആണ്. അവർ ക്ലയന്റ് ഈസ് എ സാരി ബ്രാൻഡ് നെയ്മഡ് നമസ്വി ഫ്രം ബാംഗ്ലൂർ. ഹലോ, എൻ്റെ പേര് അനു അഭിലാഷ്. എനിക്ക് ചെറിയൊരു ഹോം ഗ്രോൺ ബ്രാൻഡ് ഉണ്ട്, ക്ലോത്തിങ് സ്റ്റോറാണ് നമസ്വി എന്ന പേരായിട്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോസും ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് അരുൺ ജോസഫിൻ്റെ അടുത്തേക്ക് വരുന്നത്. എൻ്റെ പരിചയത്തിൽ, എൻ്റെ അറിവിൽ ഇത്രയും പ്രൊഫഷണലായിട്ട്, ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു തരുന്ന ആൾക്കാർ വേറെ ഇല്ല. ഫോട്ടോഗ്രാഫി പഠിക്കാൻ ആഗ്രഹിക്കുന്ന സമയത്ത് ബിഗിനേഴ്സിന് ഏറ്റവും കൂടുതൽ ചലഞ്ച് ചെയ്യുന്ന ഒരു കാര്യമാണ് ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഗ്രാഫറിൻ്റെ കൂടെ നിങ്ങൾ അസിസ്റ്റ് ചെയ്യാൻ പോകേണ്ടി വരും എന്നുള്ളത്. എത്ര നാൾ അസിസ്റ്റ് ചെയ്യേണ്ടി വരും ഒരു എക്സ്പീരിയൻസ്ഡ് ഫോട്ടോഗ്രാഫറെ? ഇറ്റ് ഡിപ്പെൻസ്. ചിലപ്പോൾ വർഷങ്ങൾ. ആസ് യു നോ, ഐ ആം എ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ. ഞങ്ങളുടെ വർക്ക്സിൻ്റെ ബിഹൈൻഡ് ദ സീൻസ് ഇത്തരത്തിൽ ഷെയർ ചെയ്യുന്നതിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഒരു ഫോട്ടോഗ്രാഫറെ അസിസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഫോട്ടോഗ്രാഫി ജേണി തുടങ്ങാനായിട്ട് ഈ വീഡിയോസ് സഹായപ്രദമാകും എന്നുള്ളതാണ്. എൻ്റെ പേര് നാഹിദ. ഞാൻ മിസ്സസ് ഇന്ത്യ 1 മില്യൻ്റെ വിന്നറും മിസ്സസ് വേൾഡ് ഗോർജിയസ് വിന്നറും 2024 4 അവർ സ്റ്റാർസ് വന്നിയ റോൾ മോഡൽ വുമൺ വിന്നറും കൂടിയാണ്. ഞാൻ നമസ്വി എന്ന സാരി ബ്രാൻഡിൻ്റെ മോഡലായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഫോട്ടോഷൂട്ട് ഒരു ഫാഷൻ കാറ്റലോഗ് ഫോട്ടോഷൂട്ടാണ്. വിച്ച് മീൻസ് നമസ്വി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ പ്രൊഡക്റ്റായ സാരികൾ വിൽക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിൻ്റെ സെയിൽസ് വർദ്ധിപ്പിക്കാൻ വേണ്ടി അവരുടെ പ്രൊഡക്റ്റിനെ കൂടുതൽ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ ചെയ്തു കൊടുക്കുന്ന ഒരു ഷൂട്ടാണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വാട്ട് വുഡ് ബി ദ ലൈറ്റിംഗ്? എത്തരത്തിലുള്ള ലൈറ്റ് ആയിരിക്കണം ഈ ഒരു ഷൂട്ടിന് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ടിപ്പിക്കലി സാധാരണഗതിയിൽ ഒരു കാറ്റലോഗ് ഫോട്ടോഷൂട്ടിന് ഉപയോഗിക്കുന്ന ലൈറ്റിംഗ് സംതിങ് ലൈറ്റ് ഫ്ലാറ്റ്, അതായത് ഷാഡോസിനെ പരമാവധി കുറച്ചുകൊണ്ടുള്ള ഒരു ലൈറ്റിംഗ് ആണ് കൺവെൻഷനലായി അല്ലെങ്കിൽ പരമ്പരാഗതമായി ഇത്തരം ഷൂട്ടുകൾക്ക് വേൾഡ് വൈഡായി യൂസ് ചെയ്തു വരുന്നത്. ബട്ട് ഹിയർ ദ സ്റ്റോറി ഈസ് ഡിഫറെൻറ്റ്. ഐ ബിലീവ് നമ്മുടെ ക്ലയൻ്റായ അനുവിനെ ബാംഗ്ലൂരിൽ നിന്ന് ഇവിടെ വരെ എത്തിച്ചത് ഈ കാണുന്ന 2 ഫോട്ടോസാണ്. ഫസ്റ്റ് ഫോട്ടോ വാസ് ടേക്കൺ ഫോർ ഹരിത ചിഞ്ചു, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നു. ദ സെക്കൻഡ് ഫോട്ടോ വാസ് ടേക്കൺ ഫോർ ഷിഗ്നാസ് പെർവീൻ. ഡെഫിനറ്റ്ലി വി വിൽ സീ ഇറ്റ്സ് ബിഹൈൻഡ് ദ സീൻ ഓൺ ഫ്യൂച്ചർ വീഡിയോസ്. വരുന്ന വീഡിയോയിൽ നമ്മൾ ആ ഒരു ഫോട്ടോഷൂട്ടിൻ്റെ ബിഹൈൻഡ് ദ സീൻ കാണാനിരിക്കുന്നതേ ഉള്ളൂ. എനിവേയ്സ്, ബോത്ത് ആർ ഡാർക്ക് ആൻഡ് മൂഡി പോർട്രൈറ്റ്സ്. നമ്മളെ ക്ലയൻ്റായ അനു ഈ 2 ഫോട്ടോകളെയും അവരുടെ ബ്രാൻഡ് നെയിമായിട്ട് വളരെ റിലേറ്റബിളായാണ് കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് മീൻസ് അവർ ക്ലയൻറ്റ് നീഡ് ഡാർക്ക് ആൻഡ് മൂഡി പോർട്രൈറ്റ്സ്, ഡാർക്ക് ആൻഡ് മൂഡി കാറ്റലോഗ് ഫോട്ടോസ്. ഹൗ ഇറ്റ്സ് പോസിബിൾ? എങ്ങനെ ഇത് സാധ്യമാക്കാം? ഈ ഒരു ഫോട്ടോ എടുക്കുന്ന സമയത്ത് ഏറ്റവും വലിയ ചലഞ്ചാണ് ഈ തിരിയിൽ നിന്ന് വരുന്ന പ്രകാശത്തിൽ നിന്നും സബ്ജക്റ്റിന് ലൈറ്റ് കിട്ടുന്നത് പോലെ തോന്നിക്കണം ഇവിടുത്തെ ലൈറ്റിംഗ് എന്നുള്ളത്. ഇൻ ഫോട്ടോഗ്രാഫി ടൈംസ് വിച്ച് ഈസ് കോൾഡ് മോട്ടിവേറ്റഡ് ലൈറ്റ്. സോ വാട്ട് ഈസ് മോട്ടിവേറ്റഡ് ലൈറ്റ്? സിമ്പിളായി പറയാം, നമ്മൾ ഫോട്ടോയോ വീഡിയോ എടുക്കുന്ന സമയത്ത് അവൈലബിൾ ആയ ഏതെങ്കിലും ഒരു ലൈറ്റ് സോഴ്സ് നമ്മളെ സബ്ജക്റ്റിനെ ലൈറ്റപ്പ് ചെയ്യാനായി കേപ്പബിൾ അല്ലെങ്കിൽ ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന പ്രകാശത്തിന് നമ്മളെ സബ്ജക്റ്റിന് ആവശ്യത്തിനുള്ള എക്സ്പോഷറിലുള്ള പ്രകാശം കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ ആ ലൈറ്റ് സോഴ്സിൽ നിന്ന് വരുന്ന പ്രകാശത്തിനെ അനുകരിച്ചുകൊണ്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ലൈറ്റാണ് മോട്ടിവേറ്റഡ് ലൈറ്റ്. സോ ഇവിടെ നമ്മുടെ പ്രിൻസിപ്പൽ ലൈറ്റ് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ട് ഒരു കാൻഡിൽ ലൈറ്റ് ആണ്. വി ആർ ഗോയിങ് ടു യൂസ് എ സ്മോൾ സോഫ്റ്റ് ബോക്സ് ടു ഇമിറ്റേറ്റ് ദിസ് ലൈറ്റ്. ഈ കാൻഡിൽ ലൈറ്റിനെ ഇമിറ്റേറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ അനുകരിക്കാനായി വളരെ ചെറിയൊരു സോഫ്റ്റ് ബോക്സ് ആണ് നമ്മൾ ഉപയോഗിക്കുന്നത്. നന്നായിട്ടുണ്ട്. ഇൻ തിയറി ഫോട്ടോഗ്രാഫി പ്രിൻസിപ്പിൾസ് അനുസരിച്ച് മോട്ടിവേറ്റഡ് ലൈറ്റിൻ്റെ വൈറ്റ് ബാലൻസ് ഏത് ലൈറ്റ് സോഴ്സിനെയാണോ നമ്മൾ അനുകരിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ വൈറ്റ് ബാലൻസിൻ്റെ ഈക്വലൻ്റ് ആയിരിക്കണം. സോ ഹിയർ ദ ട്രബിൾ ബിഗിൻസ്. ഇവിടെയാണ് പ്രശ്നം തുടങ്ങുന്നത്. ഇവിടെ നമ്മളൊരു കാറ്റലോഗ് ഫോട്ടോഷൂട്ടാണ് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ക്ലയൻറ്റിൻ്റെ സാരികൾക്ക് കൃത്യമായ കളർ കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ ക്യാൻഡിലിൽ നിന്ന് വരുന്ന ലൈറ്റ് ഏകദേശം ഒരു 2800 കെൽവിൻ ആയിരിക്കും. ഇത്തരത്തിലുള്ള ഒരു വൈറ്റ് ബാലൻസിലെ ഒരു ലൈറ്റ് നമ്മൾ മോട്ടിവേറ്റഡ് ലൈറ്റായി ഉപയോഗിച്ചാൽ ഡെഫിനറ്റ്ലി ഇറ്റ് വിൽ ചേഞ്ച് ദ കളർ ഓഫ് അവർ സാരീസ്. നമ്മളെ പ്രൊഡക്റ്റായ സാരിയുടെ കളറിനെ അത് പ്രതികൂലമായി ബാധിച്ചിരിക്കും. സോ ഇറ്റ്സ് നോട്ട് അഡ്മിസിബിൾ. ദെൻ വാട്ട് വിൽ വി ഡു? നമ്മൾ എന്ത് ചെയ്യും? വി ആർ ഗോയിങ് ടു ബ്രേക്ക് ദ പ്രിൻസിപ്പിൾസ്. ഫോട്ടോഗ്രാഫിയിലും വീഡിയോഗ്രാഫിയിലൊക്കെ പരമ്പരാഗതമായി ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. ആസ് ആൻ ആർട്ടിസ്റ്റ്, വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ ഒരു ഫോട്ടോഗ്രാഫർ എന്നുള്ള നിലക്ക് വി ക്യാൻ ഇൻറ്റൻഷനലി ബ്രേക്ക് ദ പ്രിൻസിപ്പിൾസ്. നമുക്കറിഞ്ഞുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫിയുടെ പ്രിൻസിപ്പിൾസിനെ ബ്രേക്ക് ചെയ്ത് ഒരു ക്രിയേറ്റീവായി യുണീക്കായി ഇമേജോ വീഡിയോ പ്രൊഡ്യൂസ് ചെയ്യാം. ചുരുക്കി പറഞ്ഞാൽ നമ്മളിവിടെ ഉപയോഗിക്കുന്ന മെയിൻ ലൈറ്റ് അല്ലെങ്കിൽ ആ മോട്ടിവേറ്റഡ് ലൈറ്റിൻ്റെ വൈറ്റ് ബാലൻസ് നമ്മൾ ഷിഫ്റ്റ് ചെയ്യുന്നില്ല. ഒരു ഡേ ലൈറ്റ് വൈറ്റ് ബാലൻസിലുള്ള ഒരു ഫ്ലാഷ് തന്നെയാണ് നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്.
ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇൻവേഴ്സ് സ്ക്വയർ ലോ എന്ന ഒരു പ്രിൻസിപ്പിളാണ്. പ്രകാശം സഞ്ചരിക്കും തോറും അതിൻ്റെ തീവ്രത കുറയുകയും ആനുപാതികമായി അതിൻ്റെ വ്യാപനം അഥവാ സ്പ്രെഡ് വർദ്ധിക്കുകയും ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു സിദ്ധാന്തം പറയുന്നത്. ഇവിടെ ഫുള്ള് സെറ്റാണ്. ഇപ്പം നമുക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ഫോട്ടോസ് എടുക്കാൻ പറ്റും. പല തരത്തിലും പല മോഡലിലും അതിന് അവർ അപ്പം തന്നെ ക്രിയേറ്റ് ചെയ്തിട്ട് സെറ്റാക്കി തരുന്നതായിരിക്കും. ഒരു കംഫർട്ട് ലെവലാണ് എനിക്ക് തോന്നിയത്. ആദ്യമായിട്ടൊരു ഫോട്ടോഗ്രാഫിക്ക് പോകുമ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാവും. എങ്ങനെയാണ് ക്യാമറാമാൻ എങ്ങനെയാണ് നമ്മളോട് ബിഹേവ് ചെയ്യുക, അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ എങ്ങനെയാവും നമ്മൾ എടുക്കാമെന്ന്. പക്ഷെ അത് അങ്ങനെയൊന്നും ഇവിടെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. വളരെയധികം ഫ്രണ്ട്ലി ആയിട്ട് നമ്മളിപ്പോൾ മുമ്പ് തന്നെ ഞാൻ ഫോട്ടോഗ്രാഫിക്ക് പോകുമ്പോൾ അവരുടേതായ രീതിയിൽ തന്നെ നിൽക്കണം, എന്നാൽ മാത്രം എടുക്കാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ ഇത് നമ്മുടെ കംഫർട്ട് ലെവൽ അനുസരിച്ചിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് തന്നെ നിൽക്കാനും നമുക്ക് വളരെ സൗകര്യ രീതിയിലുള്ള നമുക്കിപ്പോൾ നമ്മുടെ ഡ്രസ്സിങ് സ്റ്റൈലായാലും നമ്മുടെ കംഫർട്ടിനനുസരിച്ച് എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലെവലാണ് എനിക്ക് ഇവിടെ നിന്ന് അനുഭവപ്പെട്ടത്. വളരെ സന്തോഷമുണ്ട് ഇങ്ങനൊരു ഫോട്ടോഗ്രാഫറിനെ കണ്ടുമുട്ടിയതിലും ഇങ്ങനെ ഷൂട്ട് ചെയ്തതിലും വളരെ സന്തോഷം. ഇത്തരത്തിലുള്ള ബിഗ് ഫിഗേഴ്സിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്നുള്ളത് ഒരു ഇൻസ്പയറിംഗ് എക്സ്പീരിയൻസ് ആണ് ആസ് എ ഫോട്ടോഗ്രാഫർ. സോ താങ്ക് യു മാഡം, നിങ്ങളുടെ കോഓപ്പറേഷൻ നന്ദി. ആൻഡ് ഓൾസോ ഹാപ്പി ടു ഹിയർ ദാറ്റ് യു ലവ് മൈ പിക്ചേഴ്സ്. ഞാൻ എൻ്റെ 6 മാസം പ്രായമായിട്ടുള്ള ചെറിയ മോളെയും കൊണ്ടേ വന്നത്. പക്ഷേ എനിക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടുകളും ഫീൽ ചെയ്തില്ല. അവളെ ഫീഡ് ചെയ്യാനാണെങ്കിലും എനിക്ക് ഡ്രസ്സിംഗ് ഗ്രൂപ്പ് ആണെങ്കിലും അവരെല്ലാ സൗകര്യങ്ങളും ഇവിടെ ചെയ്തു തന്നു. അതുപോലെ ഹൈ സ്റ്റാൻഡേർഡിലുള്ള വളരെ നല്ല ക്വാളിറ്റീസ് ഉള്ള വീഡിയോസും ഫോട്ടോസൊക്കെയാണ് അരുൺ ജോസഫും അവരുടെ വൈഫ് ഏഞ്ചലും കൂടി എനിക്ക് ചെയ്തു തന്നത്. ഞാൻ ഇനി ഭാവിയിൽ വീണ്ടും ഇവരുടെ കൂടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യുന്നു. സത്യം പറഞ്ഞാൽ ഞാൻ ഇത്രയും കാലത്തിനിടയ്ക്ക് ഇങ്ങനത്തെ ഒരു യൂണിക്കായിട്ടുള്ള കാറ്റലോഗ് ഷൂട്ട് ചെയ്തിട്ടില്ല. കൺവെൻഷനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന കാറ്റലോഗ് ഷൂട്ട് ടെക്നിക്സ് എല്ലാം തന്നെ ബ്രേക്ക് ചെയ്തുകൊണ്ടാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ ഈ ഒരു ഷൂട്ട് നമ്മളിവിടെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നത്. ഇതിനു മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്ത ഒരു കാറ്റലോഗ് ഷൂട്ടിൻ്റെ ഒരു ലിങ്ക് ഞാനിവിടെ മുകളിൽ കൊടുക്കുന്നുണ്ട്. ഡോണ്ട് ഫോർഗെറ്റ് ടു ചെക്ക് ദാറ്റ് ലിങ്ക് ഇഫ് യു ആർ റിയലി ഇൻട്രസ്റ്റഡ് ടു നോ ഫാഷൻ ഫോട്ടോഗ്രാഫി. നിങ്ങൾ ഫാഷൻ ഫോട്ടോഗ്രാഫി പഠിക്കാൻ കൃത്യമായി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ലിങ്ക് ക്ലിക്ക് ചെയ്ത് ആ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ മറക്കരുത്. ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് യു. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ പോസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആ ഒരു നോട്ടിഫിക്കേഷൻ അയക്കണമെന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാലേ നിങ്ങൾക്ക് ഓരോ വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു നോട്ടിഫിക്കേഷൻ കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മൾ വീണ്ടും കാണും അടുത്ത ആഴ്ച വളരെ ഉപകാരപ്രദമായ വ്യത്യസ്തമായ ഒരു പുതിയ ടോപ്പിക്കുമായി.